അച്ഛാ പഴംപൊരിയാക്കി തരുമോ? ഏ ഏ പഴംപൊരിയാക്കി തരുമോ? എത്ര എണ്ണം വേണം? 4 എണ്ണം. 4 എണ്ണത്തിനുള്ള എണ്ണയുണ്ട് അതെ. ഒരു 4 എണ്ണം പഴംപൊരിക്ക് മാവും പഴം ഉണ്ടായില്ലേ? പഴമുണ്ട് 2 എണ്ണം. ആരാക്കി തരും? 2 പഴം ഉണ്ടെങ്കിൽ ആരാക്കും? ഞാനാക്കും. ആ ഓ ഓ റസ്ക് ഉണ്ടല്ലേ? റസ്ക് വേണ്ട. 2 എണ്ണം എനിക്ക്. അതുണ്ടാവും. രാധേ ഈ അച്ഛനടുത്ത് തിന്നൂടെ അച്ഛാ? രാധേ 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 രാധേ. പുറത്ത് ഭയങ്കര മഴ കാറ്റ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്താ പറയല്, എനിക്ക് അതിൻ്റെ ഇടക്ക് നമ്മുടെ നാട്ടിലത്തെ ചേച്ചി ഒരു സാധനം കൊണ്ടിട്ടുണ്ട്, ചിത്രേച്ചി ഉണ്ടാവും. മുടിയെല്ലാം പോകുന്നുണ്ട് കേട്ടോ. ഇതിനെന്താക്കലും എണ്ണ തടവിട്ട് കുളിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഭയങ്കര മുടി കൊഴിച്ചൽ. ഇത് ഈ സമയത്ത് ഉണ്ടാവുമെന്ന് ഉള്ളത് അറിയുന്നപ്പോൾ പറഞ്ഞു തരണേ, വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ. നോക്ക് ഒന്നുമില്ല, മുടിയെല്ലാം പോയി. അപ്പോൾ താളിയിട്ട് കുളിച്ചിട്ടും കാര്യമില്ല, എന്തിട്ട് കുളിച്ചിട്ടും കാര്യമില്ല, ഇങ്ങനെ നന്നാകെ വരും. പറഞ്ഞു വന്നേ, അതിൻ്റെ ഇടയിൽ നമ്മളെ ചിത്രേച്ചി നമുക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളെ നാട്ടിൽ സർബത്തങ്കായി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തേ പറയുന്നതെന്ന് പറയണേ. ഫാഷൻ ഫ്രൂട്ടിന് എന്ത് പറയില്ലേ, സർബത്തങ്കായി എന്നല്ലാണ്ട് ചിലപ്പോൾ അതന്നെ ആയിരിക്കും. ഭയങ്കര ഇഷ്ടമില്ലാത്ത സാധനമാണിത്. ആരും എനിക്ക് ഏടെ കിട്ടിയാലും എനിക്ക് കൊണ്ടുതരുന്ന സാധനം ചിത്രേച്ചി അറിഞ്ഞു കൊണ്ടു തന്നു. ഓരെന്നെ ഞാൻ കോട്ടയത്ത് നിർത്താൻ കാത്തു നിൽക്കുന്നുണ്ടായത് ഇതൊക്കെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഭാവമായതുകൊണ്ട് വീട്ടിലേക്ക് ഭാവ വയ്ക്കാൻ വന്നത്. അപ്പോൾ സാധനം കിട്ടി. എന്ത് പറയല്, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നില്ല. ഇനി ഇത് തിന്നണം. ഇത് പണ്ട് സ്കൂളിലേക്ക് വന്ന സമയത്ത് അവിടെ ദീപ എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിൽ മാത്രമേ ഉണ്ടായിട്ടു. അപ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ പോയിട്ട് അത് അപ്പോൾ കാണാതെയും കണ്ടിട്ടും പറിച്ചുകൊണ്ട്, അപ്പോൾ അതിൻ്റെ മണവും ഇത് കിട്ടുന്നതെല്ലാം പറയുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടുന്നതാണൊക്കെ. ഏടിയില്ല, അങ്ങനെ 1-2 വീട്ടിൽ മാത്രമേ ഇല്ലൂ. ഇപ്പോൾ ആർക്കും വേണ്ട, ആടി ഇടിയും ചാടിയിട്ടുണ്ടാവും. അങ്ങനെ കളയുന്നവരെല്ലാം കൊണ്ട് തരണേ. കാസർഗോഡിൽ എവിടെയെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ എല്ലാവർക്കും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാവക്കുട്ടിയാണല്ലോ ലബൂബു. എനിക്കിതിനെ കുറിച്ച് അറിയുന്നില്ല, എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര എന്ത് പറയല്. ഇതിനെക്കുറിച്ച് കുറേ കഥയുണ്ട്. ഒരു സെലിബ്രിറ്റീസ് എല്ലാം കൊണ്ട് നടന്നിട്ട് എല്ലാവരും ഭയങ്കര പൈസ കൊടുത്തിട്ട് മേടിക്കുന്ന സാധനം. ഓ ആരുമില്ല. ഇതാണ് ലബൂബുവിൻ്റെ ഇത്, വാട്ടർ ബോട്ടിൽ. ആരുമില്ല. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും തമ്മിൽ വർത്താനം പറയുന്നു. ഫ്രണ്ട്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ അപ്പോഴേക്ക് എൻ്റെ വാട്ടർ ബോട്ടിൽ കാണിച്ചു വെക്കുന്നുണ്ടായിരുന്നു, ലബൂബ്. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാൻ നമുക്ക് നമ്മളെ അമ്മയല്ലേ. പഴംപൊരി വേണം. പഴംപൊരി തരുമോ? പഴംപൊരി തരും. അടുത്തത് അമ്മ ഉണ്ടാക്കുന്ന പഴംപൊരിയും ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് പൊരിച്ചതും. അതിന് ആദ്യം നമ്മൾ നെയ്യ് എടുക്കണം. നെയ്യ് എടുത്തിട്ട് അമ്മ നെയ്യ് പൊട്ടിച്ചെറലാന്ന് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പു. അമ്മ പഴംപൊരി ആക്കിയാൽ മതി. അല്ല, അതിന് മുമ്പ് ആദ്യം ഇത് ഓണാക്കണ്ടേ? ഓണാക്കിട്ട് പഴംപൊരി. പക്ഷെ ഞാനാക്കൂ. ഇനി നെയ്യ് ഒഴിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡ് എടുക്കാം. കറണ്ട് പോയത് കൊണ്ട് വെളിച്ചം കുറവായിരിക്കും. അതാ ഇതിങ്ങനെ ഇട്ടാൽ തന്നെ ആവുമേ. ഒഴിച്ചാൽ മതി. കട്ടയില്ല അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന ബ്രെഡ് പൊരിച്ചത്. മുട്ടയില്ല. ചെവിടെ 2 മുട്ട ഉണ്ട് പറഞ്ഞില്ല. മാത്രം എല്ലാം കൂടി ഒക്കെ തിന്നാൻ കഴിയില്ല എനിക്ക്. നെയ്യിൽ മുട്ടാക്കുന്നില്ല.
അയ്യോ എന്തേ ആവാത്തെ. അമ്മയുടെ പഴംപൊരി, ഉരുളിയിലിടുന്ന പഴംപൊരി, എൻ്റെ ബ്രെഡ് പൊരിക്കൽ. എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ് ബ്രെഡ്, മാത്രം നല്ലതുപോലെ ബ്രെഡ്. എനിക്കിഷ്ടം ഇത് കേട്ടോ, എനിക്കിഷ്ടം. താൽക്കാലികമായിട്ട് കൈ കൊള്ളു. ഇത് ചട്ട എടുത്ത് വരാൻ പറഞ്ഞ അമ്മയെ ഞാൻ വെല്ലുവിളിച്ച് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ അയ്യോ, ഇത് കണ്ടാലും തെറ്റിദ്ധരിക്കരുത്, ഞാൻ നന്നായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അത്ര ഇതൊരു കാണില്ലാന്ന് നെയ്യ് പറ്റിയിട്ട്. ആ അധ്വാനിക്കുന്ന പെൺകുട്ടി അല്ലേ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇത്. ആ എനിക്ക് അനുമോദനം എന്താന്ന് പറയുമ്പോൾ അവർ പറഞ്ഞവർ ഒപ്പത്തിന് കൊടുക്കുന്നത് അവിടെ ചില നാട്ടുകാരുണ്ട് കഴിച്ചു. എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ ആളെ അവിടെ എവിടെയും കണ്ടില്ല. എന്തുണ്ട് പറയേ. ഞാനവിടെ പോയിട്ട് മാവ് കുഴച്ച് കൊടുത്തു, പഴം മുറിച്ച് കൊടുത്തു. പഴം അമ്മ മുറിച്ചത് ഞാൻ എണ്ണ അടുപ്പത്തേക്കുണ്ട്, ഇനി ചൂടായിട്ട് വേണം പോവാൻ. ചുട്ടിച്ചായി കളഞ്ഞ. ഞാനല്ല ഉണ്ടാക്കിയത്, രാധയാണ് ഉണ്ടാക്കിയത്. ആ രാധയാണ് ഉണ്ടാക്കിയത്. എന്നാ നാരായണ വിളിച്ചോണ്ട് നിൽക്ക്. പഴംപൊരി കാണിച്ചു തരാം ഞാൻ. നിമിഷ നേരം കൊണ്ട് എൻ്റെ അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. പഴംപൊരി റെഡി. പഞ്ചസാര കുറച്ച മതി. അപ്പം എൻ്റെ ചായ റെഡി. കറണ്ട് ഇല്ല അല്ലേ. കൊടു ചായ. കട്ടൻ ചായ വിത്ത് പഴംപൊരി, അമ്മ സ്പെഷ്യൽ. താങ്ക് യു അമ്മ. താങ്ക് യു അമ്മേ. അമ്മേ താങ്ക് യു, വെൽക്കം പറയും. ആ താങ്ക് യു. അച്ഛന് വേണം അച്ഛാ? അച്ഛാ പഴംപൊരി വേണം. ചെറുത് മതി അച്ഛാ? വലുത് വേണം അച്ഛാ? ഇതാ ഇത് നോക്കറ രസമുണ്ടോ നോക്കേ. അച്ഛനും ചായ, അമ്മക്കോ? അപ്പം എല്ലാവരും വൈകുന്നേരത്തെ ചായയും കുടിച്ചിട്ട് ഉഷാറായിട്ടിരിക്കും. അച്ഛാ എന്നാ നിങ്ങൾ ചേച്ചി പറയല്, ഞാൻ ഏത് സിനിമ പോലെ അച്ഛാ? ഏത് സിനിമ പോലെയായി ഞാനിപ്പോൾ? പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മ ഇപ്പോൾ പോകുന്നില്ലത് നമ്മളെ ഉഷമ്മേൻ്റെ വീട്ടിലേക്കാണ്. അറിയല്ലോ അതിനൊരാകുമ്പോൾ എനിക്ക് എന്താണ് എൻ്റെ സുഖപ്പെടുന്നുള്ളത്. ഒരു ചായ കൂടി ഇടുന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ കഴിയില്ല. ഞാൻ ചായയൊരു അഡിക്റ്റായിട്ടുള്ള ഒരാളാണ്. കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. എൻ്റെ അച്ഛൻ ഭയങ്കര അഡിക്റ്റാണ്. അച്ഛന് ദിവസം 4-5 ചായ കിട്ടണം. അപ്പോൾ അച്ഛൻ്റെ ഒക്കെ കൂടി ഞാനും ചായയിൽ ഭ്രാന്തായി. അപ്പോൾ ഇപ്പോൾ പറയും, ഇപ്പം അങ്ങനെ ആരും ചായ കുടിച്ചൂടാ, ഈ സമയത്ത് ചായ കുടിക്കുന്നത് നല്ലതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ചായ കുടിക്കുന്നത് നല്ലതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ 1-2 ചായ ഒതുക്കി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉഷമ്മേൻ്റെ അടുത്തേക്കാണ്. എന്തിനല്ലേ ചക്കക്കൂട്ടാൻ തന്നെ. ഇന്നലെയും ചക്കക്കൂട്ടാൻ കിട്ടി. പിന്നെ ഞാൻ വെറുതെ വിളിച്ചു വെച്ചു ഇന്ന് ചക്കക്കൂട്ടാനുണ്ട്. അപ്പോൾ ചക്കക്കൂട്ടാനുണ്ട് പറഞ്ഞു. അപ്പോൾ ഉഷമ്മേൻ്റെ വക ചക്കക്കൂട്ടാനും കൂട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം ചക്കക്കൂട്ടാനാണ് എൻ്റെ ഏറ്റവും വലിയ ക്രേവിങ്സ്. മാത്രം ഇപ്പോൾ കുറേ തിന്നാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ചക്കക്കൂട്ടാൻ കൂട്ടിയിട്ട് വരുന്നു കേട്ടാ. ഉഷമ്മ ഉണ്ടാവണം ഇവിടെ. മഴ ഞാനറിഞ്ഞിരുന്നില്ല, നിന്റെ കണ്ണുനീരിനുള്ളിലുതിരും വരെ. ഇതാണ് ഞാൻ അധികം പാട്ട് പാടുന്ന എൻ്റെ ചെണ്ടുമല്ലിക പൂവെല്ലാം പാടിയ വീട്.
ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ. അയ്യാ, ഇവിടെയാണ് നമ്മളെ പാവ്. ചാമ്പക്ക വരുന്നുണ്ട്. ഇതാണ് മോനമ്മാവിൻ്റെ കൃഷി. കുറേ ഉണ്ടായിരുന്നു, മാത്രം ഇവിടെ എന്താക്കിയും കാര്യമില്ല. പരങ്ങെല്ലാം കൊണ്ടുപോയിക്കോളും. പാടൊരാൾ ഇരുന്നിട്ടുണ്ട്. ഇനി ചക്കക്കൂട്ടാൻ കൂട്ടിക്ക് ബാക്കി. ചക്കക്കൂട്ടാൻ തിന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോയി ഞാനാണ്. അപ്പോഴത്തേക്ക് ഫോൺ ഓഫായിപ്പോയി. എന്തായാലും ചക്കക്കൂട്ടാനും ചായ എല്ലാം കുടിച്ച് ഇപ്പം ഞാൻ വീട്ടിലേക്ക് എത്തി. ഇനി ഒന്ന് ഉറങ്ങണം. നിങ്ങളെല്ലാവരും ചക്കക്കൂട്ടാൻ ഉണ്ടെങ്കിൽ ചക്കക്കൂട്ടാനും തിന്ന് ചോറെല്ലാം വെച്ച് ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ.